ഡോക്ടർ, നമ്മൾ കോൺഷ്യസ് സെഡേഷൻ്റെ ഒരു പൊതുവെയുള്ള ആൾക്കാർക്കൊരു സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒരു കാം ഫീലിംഗ് വരുന്നത്? എങ്ങനെയാണ് ഇത് ഹാംഫുൾ ആണോ? ഇത് ഇൻഹേൽ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ആവായിരുന്നു. കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓൾറെഡി ടൈട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 തരത്തിലുള്ള ഗ്യാസസ് മിക്സ് ചെയ്ത് ഒരു കണ്ടക്ഷൻ ട്യൂബിങ്ങിലൂടെ വന്ന് അതൊരു മാസ്കിലേക്ക് ഡെലിവർ ചെയ്ത് ഈ മാസ്ക് നമ്മൾ മൂക്കിൽ വെക്കുന്നത് വഴിയാണ് ഇതിൻ്റെ ആക്ഷൻ ശരീരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ 2 തരം ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓക്സിജൻ, 2 നൈട്രസ് ഓക്സൈഡ് അഥവാ ലാഫിംഗ് ഗ്യാസ്. അപ്പോൾ ഈ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര ഹൈ ലെവലിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇത് ബോഡിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ശരീരത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം വരുത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മാസ്ക് ഉണ്ടാവും. ഈ മാസ്ക് നമ്മൾ കുട്ടിയുടെ മൂക്കിൽ ധരിക്കണം. അപ്പം അത് തന്നെ ആണ് ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു നേസൽ ബ്രീതർ ആയിരിക്കണം നമ്മുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മൂക്ക് ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ ചെറിയ പനിയുണ്ട്, അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്ന കണ്ടീഷൻ, അഡിനോയിഡ്സിൻ്റെ ഇഷ്യൂസ്, ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെ ഇത് ഹൈ എൻഡ് ലെവലിലേക്കുള്ളപ്പം നമ്മൾ ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കുട്ടി മൂക്കിൽ കൂടെ ശ്വാസം എടുക്കണമെന്നില്ല. അപ്പം പ്രോപ്പർലി ശ്വാസം എടുത്ത് മാത്രമേ ഈ ഡ്രഗ് ശരീരത്തിനുള്ളിൽ ചെന്ന് ബ്ലഡിലൂടെ ഡെസിപ്പേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.